ഒരു കള്ളപ്രചാരണം എമിറേറ്റ്സ് എയർലൈൻസ് കൈയോടെ പിടികൂടി പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. എമിറേറ്റ്സ് 380 വിമാനം അപകടത്തിൽപ്പെട്ടെന്ന രൂപത്തിൽ ചിലർ വ്യാജ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുകയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ ഇതെല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്തതാണെന്നും നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് ജനുവരി 4-ന് എമിറേറ്റ്സ് എയർലൈൻസ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവർ തെറ്റ് മനസ്സിലാക്കി ഉടൻ തന്നെ വീഡിയോ റിമൂവ് ചെയ്യണമെന്നും എമിറേറ്റ്സ് ആവശ്യപ്പെട്ടു. ഈ മാസം വരെയുള്ള കണക്കനുസരിച്ച് എമിറേറ്റ്സിന് 116 എയർബസ് 380 ഡബിൾ ഡെക്കർ വിമാനങ്ങളുണ്ട്. A380യുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലീറ്റാണിത്. എല്ലാം സുരക്ഷിതമായി സഞ്ചരിക്കുന്നുണ്ടെന്നും എമിറേറ്റ്സ് എയർലൈൻസ് വ്യക്തമാക്കി. ഇന്ന് പരിഭ്രാന്തി പടർത്തിയ ഒരു തീപിടുത്തമുണ്ടായി ഉമ്മുൽ ഖുവൈനിൽ ദി സൂ വൈൽഡ് ലൈഫ് പാർക്കിനടുത്ത് ഒരു കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. ഉച്ചതിരിഞ്ഞ് 3 മണി കഴിഞ്ഞപ്പോഴാണ് പാർക്കിനടുത്ത് തീ കണ്ടത്. കറുത്ത പുക ധാരാളം കണ്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. പോലീസും ഫയർഫോഴ്സും എത്തി തീ അണച്ചു. സൂവിൻ്റെ പ്രവർത്തനത്തിൽ യാതൊരു മുടക്കം വന്നിട്ടില്ല. ജബൽ ജയ്സ് എന്നൊരു വലിയ അനുഭവം ലോകത്തിന് സമ്മാനിച്ചു. ജനുവരിയിൽ തണുപ്പും കുളിരും കൂടുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ഇന്ന് 4-ാം തീയതി വെളുപ്പിന് റെക്കോർഡ് തണുപ്പാണ് ജബൽ ജയ്സിൽ അനുഭവപ്പെട്ടത്. 1.9 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു രാവിലെ 5 മണിക്ക്. ജനുവരി 19 വരെ തണുപ്പിൻ്റെ ആധിക്യം ഉണ്ടാകാമെന്നാണ് കണക്കുകൂട്ടൽ. ദുബായിൽ ജോലി ചെയ്തിരുന്ന 2 പേർ വിയറ്റ്നാമിൽ മരിക്കാൻ വേണ്ടി പോയതാണോ എന്ന സംശയം ഇനി പറയാൻ പോകുന്ന വാർത്തയ്ക്കുണ്ട്. ദുബായിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് വനിതയും സൗത്ത് ആഫ്രിക്കൻ ഭർത്താവും വിയറ്റ്നാമിലെ വില്ലയിൽ മരിച്ചു കിടന്ന രീതിയിൽ കാണപ്പെട്ടത് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ആരും വില്ലയ്ക്കകത്ത് അതിക്രമിച്ച് കടന്നതായി തെളിവില്ലെന്ന് വിയറ്റ്നാം പോലീസ് പറയുന്നു. 2023 അവസാനം വരെ ദുബായിൽ ഒരു പ്രധാനപ്പെട്ട കമ്പനിയിൽ സോഷ്യൽ മീഡിയ മാനേജറായി ജോലി നോക്കിയായിരുന്നു ഈ വനിത. ഒപ്പം സൗത്ത് ആഫ്രിക്കൻ ഭർത്താവും ജോലി നോക്കിയിരുന്നു ദുബായിൽ. ദുബായിലേക്ക് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്നത് സാധാരണ ഏത് മാസമാണെന്നറിയാമോ? 2024 ആദ്യത്തെ 11 മാസം കൊണ്ട് ദുബായിൽ 17 മില്യൺ ടൂറിസ്റ്റുകൾ വന്നതായി ദുബായ് ടൂറിസം റിപ്പോർട്ട് പറയുന്നു. പടിഞ്ഞാറൻ യൂറോപ്പ്, ഇന്ത്യ അടക്കമുള്ള സൗത്ത് ഏഷ്യ, GCC രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതലും സഞ്ചാരികൾ ദുബായിൽ എത്തിയിരിക്കുന്നത്. ഫെബ്രുവരിയിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ദുബായിൽ വന്നത്, 1.9 മില്യൺ. പിന്നെ 2-ാം സ്ഥാനം നവംബർ മാസത്തിനാണ്, 1.83 മില്യൺ. സാറ്റലൈറ്റ് വിക്ഷേപണത്തിൽ UAEക്ക് വീണ്ടും സന്തോഷത്തിൻ്റെ അവസരം. UAEയുടെ ടെലികോം സാറ്റലൈറ്റ് തുറയ്യ 4 വിജയകരമായി വിക്ഷേപിച്ചു. ഫ്ലോറിഡയിൽ നിന്ന് സ്പേസ് എക്സ് റോക്കറ്റ് വഴിയാണ് തുറയ്യ 4 വിക്ഷേപണം നടന്നത്. ഭൂമിക്ക് മുകളിൽ 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ സാറ്റലൈറ്റ് വിന്യസിക്കപ്പെടുക. മിഡിൽ ഈസ്റ്റിന് പുറമെ യൂറോപ്പ്, ആഫ്രിക്ക എന്നിവിടങ്ങളിലും സമഗ്രമായ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാനാണ് UAEയുടെ തുറയ്യ 4 വിക്ഷേപിച്ചിരിക്കുന്നത്. ഡമാസ്കസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വാർത്തയുണ്ട്. ഇന്ന് ഈ ജനുവരി 4-ന് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇൻ്റർനാഷണൽ വിമാനത്താവളം ജനുവരി 7 മുതൽ പുനഃപ്രവർത്തനം ആരംഭിക്കും. ചൊവ്വ മുതൽ തന്നെ ഖത്തർ എയർവേസ് ഡമാസ്കസ് സർവീസ് നടത്തുമെന്ന് ഇതിനകം അറിയിച്ചിട്ടുണ്ട്. ഡിസംബർ 8 മുതൽ ഡമാസ്കസ് എയർപോർട്ട് പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഖത്തർ എയർവേസ് 13 വർഷത്തിന് ശേഷം ആദ്യമായാണ് സിറിയയിലേക്ക് 2025 ജനുവരി 7 മുതൽ സർവീസ് നടത്താൻ പോകുന്നത്. സിറിയയിലേക്ക് നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ വാർത്തയൊന്ന് മനസ്സിലാക്കണം. സിറിയയുടെ പുതിയ ഗവൺമെൻറ്റിൻ്റെ വിദേശകാര്യമന്ത്രി UAE സന്ദർശിക്കും. വരുന്ന വാരം തന്നെ സൗദി സന്ദർശനം നടത്തിയ ഉടൻ UAEയിൽ വരുമെന്നും ഖത്തറും ജോർദാനും സന്ദർശിക്കുമെന്നും വിദേശകാര്യമന്ത്രി അസാദ് അൽ ഷിബാനി അറിയിച്ചു. സിറിയയുടെ പുതിയ സാഹചര്യത്തിൽ നിക്ഷേപം ഇറക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനാണ് ഈ സന്ദർശനം. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അക്ബർ ട്രാവൽസ്, പാർത്ത സിഗ്നേച്ചർ അബു ഷഗാര ഷാർജ, ക്യൂട്ടീസ് ഇന്റർനാഷണൽ, ടൈം എക്സ്പ്രസ് കാർഗോ, മർമ്മം ഡയറി, TMG ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ്, 123 കാർഗോ, പ്രൈം മെഡിക്കൽ സെന്റർ, ഓട്ടോ കാർട്ട് യൂസ്ഡ് കാർസ്, ആയുഷ് കെയർ, ലക്കി സെന്റർ, കല്യാൺ ജുവല്ലേഴ്സ്, ലുലു, ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ, ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ, ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്,